നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് CR കേശവൻ വൈദ്യരെ കുറിച്ചാണ്. കേരളത്തിലെ വ്യവസായ പ്രമുഖനും ചികിത്സകനും പ്രശസ്തമായ ചന്ദ്രിക സോപ്പിന്റെ ഉടമസ്ഥനും ശ്രീനാരായണീയനുമായിരുന്നു CR കേശവൻ വൈദ്യർ. ചന്ദ്രിക കേരളത്തിന്റെ സോപ്പായിരുന്നു. വെളിച്ചെണ്ണ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആയുർവേദ മൂല്യങ്ങളുള്ള സോപ്പ്. ഈ സോപ്പ് ഇന്ത്യയിലെ വൻകിടക്കാരോട് കിടപിടിച്ചു നിന്നത് CR കേശവൻ വൈദ്യരുടെ കച്ചവട നൈപുണ്യം കൊണ്ടായിരുന്നു. വ്യവസായ ലോകത്ത് കേരളത്തിന്റെ യശസ്സുയർത്തിയ ധീരനായിരുന്നു വൈദ്യർ. 1953 സാമൂതിരി രാജാവ് അദ്ദേഹത്തെ വൈദ്യരത്നം ബഹുമതി നൽകി ആദരിച്ചു. വിനയമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുഖമുദ്ര. എളിമയും ലാളിത്യവും പുലർത്തിയ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനായി പ്രവർത്തിച്ച അദ്ദേഹത്തിന് ഒരു കാലത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ട്. പൊതുപ്രവർത്തനത്തിലൂടെ നേടുകയല്ല, മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് വൈദ്യർ ചെയ്തത്. SNDP യോഗത്തിന്റെ അധ്യക്ഷൻ, ആദ്യ സിദ്ധവൈദ്യൻ, ഗ്രന്ഥകർത്താവ് എന്നിങ്ങനെ ബഹുമുഖമായിരുന്നു വൈദ്യരുടെ കർമ്മമണ്ഡലം. കോട്ടയം സ്വദേശിയായ വൈദ്യർ ഇരിഞ്ഞാലക്കുടക്കാരനായാണ് പിന്നീട് അറിയപ്പെട്ടത്. അതൊരു നാടുവിടലിന്റെ കഥയാണ്. 1904 ഓഗസ്റ്റ് 26 ചതയം നക്ഷത്രത്തിൽ കോട്ടയം ജില്ലയിലെ കൊണ്ടാട് എന്ന ഗ്രാമത്തിലാണ് വൈദ്യർ ജനിച്ചത്. ചൂളിക്കാട്ട് രാമനും കുഞ്ഞേലിയുമാണ് മാതാപിതാക്കൾ. ചെറുപ്പത്തിലെ അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ ആകൃഷ്ടനായി. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ നരസിംഹസ്വാമിയായിരുന്നു അദ്ദേഹത്തിന്റെ വഴികാട്ടി. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായി കേശവൻ വൈദ്യർ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ ബന്ധപ്പെട്ടു. ശ്രീനാരായണ സേവസംഘവും ഭജനമഠവും സ്ഥാപിച്ചു. ധർമ്മപടനായി പ്രവർത്തിച്ചു. ശ്രീനാരായണ ധർമ്മ പരിപാല സംഘത്തിന്റെ ശാഖകൾ സ്ഥാപിക്കാനായി നാടിനടുത്തുള്ള സ്ഥലങ്ങളിലും തൊടുപുഴ, മീനച്ചാൽ താലൂക്കുകളിലും പ്രവർത്തിച്ചു. വൈക്കം സത്യാഗ്രഹത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. കുഴപ്പണം ഫ്രാൻസ് സ്കൂളിൽ അധ്യാപകനായാണ് അദ്ദേഹം ജീവിതം ആരംഭിച്ചത്. പിന്നീട് പല സ്കൂളുകളിലും പഠിപ്പിച്ചിരുന്നു. പൊതുപ്രവർത്തനം വലിയ കടബാധ്യതയിലാണ് കാര്യങ്ങൾ എത്തിച്ചത്. നാട്ടിൽ സ്വന്തം പേരിലുണ്ടായിരുന്ന വീടും പുരീടവും വിറ്റ് കടം വീട്ടി മിച്ചമുള്ളതും കൊണ്ട് സ്ഥലം വിടുകയേ നിവർത്തിയുണ്ടായിരുന്നുള്ളൂ. തൃശൂർക്കായിരുന്നു യാത്ര. അവിടെ കൂർക്കഞ്ചേരിയിലുള്ള രാമാനന്ദ സ്വാമിയുടെ സിദ്ധവൈദ്യ ആശ്രമത്തിൽ ചേർന്ന് വൈദ്യം പഠിച്ചു. 1934 6 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇരിഞ്ഞാലക്കുടയിലെത്തി. അവിടെ സ്വന്തം വൈദ്യശാല സ്ഥാപിച്ചു. പ്രത്യൗഷധ ചികിത്സയും പ്രഥമ ചികിത്സയും എന്നൊരു വൈദ്യശാസ്ത്ര ഗ്രന്ഥം അദ്ദേഹം എഴുതി. കേശവൻ വൈദ്യർ പേരെടുത്ത ചികിത്സകനായി മാറി. അദ്ദേഹം സ്വയം മരുന്നുകൾ തയ്യാറാക്കി കൊടുത്തിരുന്നു. അങ്ങനെയാണ് ചർമ്മരോഗങ്ങളെ ചെറുക്കുന്ന ചന്ദ്രിക സോപ്പിന്റെ പിറവി. സോപ്പ് പ്രശസ്തമായതോടെ കേശവൻ വൈദ്യരുടെ ഭാഗ്യം തെളിഞ്ഞു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പലതവണ പ്രലോഭനമുണ്ടായിരുന്നു മദ്യ വ്യവസായത്തിലേക്ക് പോകാൻ. എന്നാൽ വൈദ്യർ തയ്യാറായില്ല. അദ്ദേഹം ഗുരുദേവന്റെ ആദർശങ്ങളിൽ ഉറച്ചു നിന്നു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതോടെ വീണ്ടും അദ്ദേഹം നാരായണ മാർഗചാരിയായി. SNDP യോഗത്തിന്റെ പ്രസിഡന്റായി. SN ട്രസ്റ്റിന്റെ ഭാരവാഹിയായി. എല്ലാത്തിനും കൈയയച്ച് സഹായം നൽകുകയും ചെയ്തു. ചന്ദ്രിക വിദ്യാഭ്യാസ ട്രസ്റ്റിന്റെ പ്രസിഡന്റ്, കലാമണ്ഡലം ഭരണസമിതി അംഗം, ഗുരുവായൂർ ക്ഷേത്ര പുനരുദ്ധാരണ സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മുംബൈ കുത്തക വ്യവസായ മേഖലയിലെ കുത്തകകൾക്ക് അപ്രാപ്യമായ സ്ഥാനം ചന്ദ്രിക സോപ്പിന് കൈവരിക്കാൻ കഴിഞ്ഞത് വൈദ്യരുടെ ബുദ്ധിപൂർവമായ നീക്കങ്ങൾ കൊണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും പൽപ്പു മുതൽ മുണ്ടശ്ശേരി വരെ, വിചാരദർപ്പണം, ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും തുടങ്ങി കുറച്ചു പുസ്തകങ്ങൾ കൂടി വൈദ്യരുടെ വകയായിട്ടുണ്ട്. എളിമയും ലാളിത്യവും സ്ഥിരോത്സാഹവും വിജയം നേടുമെന്ന് താഴ്മയാൽ അപുണ്യതി സ്വന്തം ജീവിതം കൊണ്ട് വൈദ്യർ തെളിയിച്ചു. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരണമെന്ന ഗുരുവചനം പ്രാവർത്തികമാക്കിയ ഈ പുണ്യ ആത്മാവ് 1997 നവംബർ 6 അന്തരിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.